ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ജെനി. ഇത് യൂട്യൂബിൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റേതായ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മുടെ സ്വന്തം പുരികം ത്രെഡ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ടും മനോഹരമായിട്ടും മറ്റാരുടെയും ഹെൽപ്പില്ലാതെ ചുരുങ്ങിയ സമയമെടുത്ത് നമുക്ക് എങ്ങനെ ചെയ്യാം, അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ഈ ത്രെഡിങ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വളരെ ഇക്കണോമിക്കലാണ്. നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാം. കാരണം റെഗുലറായിട്ട് പുരുകം ത്രെഡ് ചെയ്യുന്നവരാണെങ്കിൽ മാസത്തിൽ 1 അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഓരോ പ്രാവശ്യം ബ്യൂട്ടി പാർലറിൽ പോകുമ്പോഴും എത്ര രൂപ വെച്ച് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഒരു വർഷം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാസം 40 അല്ലെങ്കിൽ 50 രൂപയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ 50 രൂപ വെച്ച് വർഷം എത്ര രൂപയാകും? അതുപോലെ ഓരോ വർഷം കൂടുന്തോറും നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാം ത്രെഡിങ് നമ്മൾ സ്വന്തം ചെയ്യുകയാണെങ്കിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. അതായത് വീതി കൂട്ടിയോ വീതി കുറച്ചോ നീട്ടം കൂടുതലും അങ്ങനെ പല രീതിയിൽ. ഇപ്പം മറ്റ് ബ്യൂട്ടി പാർലറിലൊക്കെ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ആവണമെന്നില്ല. പലർക്കും ചിലപ്പോൾ ഒക്കെ കംഫർട്ടബിളായിട്ട് തോന്നാത്തൊരു സാഹചര്യമൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾക്ക് സ്വന്തമാണ് ചെയ്യുന്നതെങ്കിൽ അത് ഒഴിവാക്കാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു പാർട്ടിയൊക്കെ വരുമ്പം നമുക്ക് പെട്ടെന്ന് ഓടിപ്പോയി ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെയൊക്കെ ഒരു ഫംഗ്ഷൻ വരുമ്പം പുരികം ത്രെഡ് ചെയ്യാതെ കാട് പോലെയൊക്കെ പോയിട്ട് വരുമ്പോൾ ഭയങ്കര വിഷമത്തോട് കൂടിയിരിക്കും നമ്മൾ പോവുക. അപ്പോൾ ആ ഒരു സാഹചര്യം നമുക്ക് ഒഴിവാക്കാം. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മാക്സിമം പോയാൽ ഒരു 10 മിനിറ്റ് വരെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും പിന്നെ അതുപോലെ ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യാൻ പോകുന്നവർക്കും പഠിക്കാൻ പോകുന്നവർക്കൊക്കെ ഒത്തിരി ഉപകാരപ്രദമായിരിക്കും ഇത് പഠിച്ചു കഴിഞ്ഞാൽ. കാരണം ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചതാണ്. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഇപ്പം സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ടോ എന്നാൽ പോലും പലപ്പോഴും നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും. അപ്പോൾ നമുക്ക് അറിയാമെങ്കിൽ അത് വളരെ ഈസിയാണ്. പിന്നെ തന്നെയല്ല, ഇന്ത്യക്ക് പുറത്ത് വരുമ്പം ഇവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണ് പുരികം ത്രെഡ് ചെയ്യുന്നതിനൊക്കെ. ഏകദേശം 1000 രൂപയൊക്കെ വരും ഒരു പ്രാവശ്യം ചെയ്യുന്നതിന്, ചുരുങ്ങിയത്. അപ്പോൾ അത്രയും പൈസ മുടക്കി നമ്മൾ ചെയ്യുന്നത് മാത്രമല്ല, ഇവിടെയൊന്നും എന്താ പറയുക, ഇന്ത്യക്കാരൊന്നും ആയിരിക്കില്ല ഈ ബ്യൂട്ടി പാർലർ നടത്തുന്നത്. അപ്പോൾ ചൈനീസോ അങ്ങനെ ആഫ്രിക്കൻസോ ഒക്കെ ആയിരിക്കും. അപ്പം അവരുടെ ആ ത്രെഡിങ് രീതി നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് പലരും ഈ പുറം രാജ്യത്തൊക്കെ ഉള്ളവർ പലരും ത്രെഡ് ചെയ്യാതെയൊക്കെ ആയിരിക്കും കഴിയുക. അപ്പോൾ അവരൊക്കെ സംബന്ധിച്ച് നമുക്ക് സ്വന്തം അറിയാമെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. വെറും സമയവും ലാഭിക്കാം, പൈസ ലാഭിക്കാം, നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുകയും ചെയ്യാം, അങ്ങനെ എല്ലാം ചെയ്യാം. അപ്പം നമുക്ക് മനസ്സുണ്ടെങ്കിൽ, ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഭയങ്കര വേദനയായിരിക്കും, പിന്നെ ബ്യൂട്ടി പാർലറിൽ പോയാലേ ശരിയാവുള്ളൂ, മറ്റൊരാൾ ചെയ്താലേ ശരിയാവുള്ളൂ എന്നൊക്കെ. അതൊക്കെ ശരിക്കും തെറ്റിദ്ധാരണയാണ് കേട്ടോ. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഞാനിപ്പോൾ പുരികം ത്രെഡ് ചെയ്ത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 വർഷത്തിന് മേലെയായി. അപ്പോൾ ഞാനും അന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് നമുക്ക് സ്വന്തം ഒന്നും ചെയ്യാൻ പറ്റില്ല, വേദന എടുക്കും, പിന്നെ നമ്മളെ കൊണ്ടാവില്ല എന്നൊക്കെയാണ് ഞാനും കരുതിയത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇത് പഠിക്കാനും പുരികം ത്രെഡ് ചെയ്ത് നടക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഞാൻ ട്രൈ ചെയ്തു, പ്രാക്ടീസ് ചെയ്തു, വളരെ ഈസി ആയിട്ട് കിട്ടി. അപ്പോൾ അതാ ഞാൻ പറയുന്നത്, നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും. വേദനയൊന്നുമില്ല. നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകുമ്പോഴാണല്ലോ ഒരു ചെറിയ വേദനയില്ലേ, ആ ഒരു വേദന അല്ലെങ്കിൽ അതിൽ കുറച്ച് കുറവുണ്ടെങ്കിലേ ഉള്ളൂ. നമ്മളത് റെഗുലറായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ വേദന ഒട്ടും ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പം നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമായ സാധനങ്ങൾ നോക്കാം. ഒന്നുമില്ല, ത്രെഡ് മാത്രം മതി. അപ്പം ഞാൻ ത്രെഡ് കാണിച്ചു തരാം. ഇതാണ് ത്രെഡ്, കാണത്തിലായിരിക്കും, ഞാൻ വായിക്കാം. ഓർഗാനിക് എന്നാണ് ഇതിൻ്റെ പേര്. അതായത് ഇത് ഓർഗാനിക് കോട്ടൺ ത്രെഡാണ്. ഇതിന് 50 രൂപയാണ് വില. ഒരു ലൈറ്റ് ഗ്രീൻ കളറായിട്ട് വരും. ഈ ത്രെഡാണ് ബ്യൂട്ടി പാർലറിലൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന ത്രെഡ്. പക്ഷേ ഈ ത്രെഡ് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കാരണം ഞാൻ പറഞ്ഞാൽ ഞാൻ ഒരുപാട് കാലമായി ത്രെഡ് ചെയ്ത് തുടങ്ങിയിട്ട്. പക്ഷേ ഈ ഒരു ത്രെഡ് എൻ്റെ കൈ കിട്ടുന്നത് ഏകദേശം 1 വർഷം മുമ്പാണ്. ഞാനത് ജസ്റ്റ് എന്താ വ്യത്യാസം എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രം മേടിച്ചതാണ്. ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്വന്തം ഈ നൂലാണ്.
നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതാകുമ്പോൾ എല്ലാ വീടുകളിലും ഉണ്ടാവുമല്ലോ. നമുക്ക് പ്രത്യേകമായിട്ട് പിരികം ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നൂല് എന്ന് പറഞ്ഞ് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഇതുകൊണ്ട് ചെയ്ത് നോക്കി 2 പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു വ്യത്യാസവും തോന്നുന്നില്ല. ഇതുമായിട്ട് യാതൊരു വ്യത്യാസവും എനിക്ക് പറയാൻ തോന്നുന്നില്ല. പിന്നെ ചിലപ്പം ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതാണ് ഞാൻ കംഫർട്ടബിൾ. അപ്പം ഇതാകുമ്പോൾ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവും. അപ്പം ഞാൻ ഇതാട്ടോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ നൂലുപയോഗിച്ച്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സിസേഴ്സ്. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലർക്ക് ഒരുപാട് പുരുകം കാട് പോലെയൊക്കെ വളർന്ന് ഇങ്ങനെ മേലോട്ടൊക്കെ പൊന്തി നിൽക്കുമ്പം അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് സിസേഴ്സ്. പിന്നെ മിറർ വേണം. ഓക്കെ, അപ്പം നമുക്ക് നൂല് എങ്ങനെയാണ് എടുക്കുന്നതും അത് കെട്ടുന്നതും കയ്യിൽ പിടിക്കുന്ന രീതിയൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ നൂല്. ഇതിനിപ്പോൾ ഇത്ര നീളം വേണം എന്നൊന്നൊരു കൃത്യമായിട്ട് മെഷർമെൻറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരുടെ രീതികൾ എന്താ പറയുക, ശരീരപ്രകൃതിയൊക്കെ വ്യത്യാസമായിരിക്കും. നമുക്ക് ഏകദേശം ഇങ്ങനെ കൈ പിടിക്കാൻ പറ്റുന്ന ആ ഒരു നീട്ടം കിട്ടണം. അപ്പോൾ അവനവൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ഈ കൈമുട്ട് വരെ ഉള്ളൊരു നീട്ടം ഉണ്ടല്ലോ, ആ ഒരു നീട്ടം എടുത്തിട്ട് അതിൻ്റെ ഒരു ഹാഫും കൂടി എടുക്കുക. എന്നിട്ടിത് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നൂല് കയ്യിൽ പിടിക്കുന്ന 2 രീതിയുണ്ട്. ഞാനിതിൽ ഫസ്റ്റ് രീതി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കട്ട് ചെയ്തിട്ട് ഇത്രയാട്ടോ നീട്ടം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 അറ്റവും എടുത്തിട്ട് നന്നായിട്ട് കെട്ടുക. അതായത് ഇങ്ങനെ എടുത്ത് ഞാൻ കെട്ടുന്ന കാണുന്നുണ്ടല്ലോ, അല്ല ഇങ്ങനെ എടുത്ത് ഈ വട്ടത്തിൽ കൂടെ കയറ്റി നന്നായിട്ട് കെട്ടി വെക്കുക. ഇത് നല്ല ടൈറ്റ് ആയിരിക്കണേ. കാരണം നമ്മൾ പുരികം ത്രെഡ് ചെയ്യുമ്പോൾ ചിലപ്പം ഈ കെട്ട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പൊട്ടിപ്പോവും, അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ പിന്നെ ഈ നൂല് എപ്പോഴും സൈഡിൽ വെക്കുക. കാരണം പുരികം ത്രെഡ് ചെയ്യുന്നതിനിടയ്ക്ക് നൂല് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതിപ്പോൾ ഏത് നൂലാണെങ്കിലും പൊട്ടിപ്പോവും കേട്ടോ. പൊട്ടിപ്പോകാൻ വഴിയുണ്ട്. പൊട്ടി പോകണം നിർബന്ധമില്ല. ചിലപ്പോൾ പൊട്ടും, ചിലപ്പോൾ പൊട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നൂലിൻ്റെ ആ ഒരു നീളം. അതായത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് പിടിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ 3 വിരലുണ്ടല്ലോ, നടുക്കത്തെ 3 വിരലുകൾ നൂലിൻ്റെ ഉള്ളിൽ കയറ്റി എന്നിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ വലത് കൈയാണ് എല്ലാവർക്കും കൂടുതൽ നമുക്ക് വശം. അപ്പോൾ ഈ വലത് കൈ എടുത്തിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക, ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ ചെയ്ത് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. അതൊരു കുറേ പ്രാവശ്യം ചെയ്യാം. ഇത്ര ഒന്നൊന്നുമില്ല, ഞാനൊരു 10-20 പ്രാവശ്യമൊക്കെ ചെയ്യും. ഈ ഭാഗത്ത് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഭാഗം ഇങ്ങനെ കൂടി വരും. അപ്പോൾ അത് കൂടി വരുന്നതിനനുസരിച്ച് നല്ല ടൈറ്റ് കിട്ടും നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു 10-15-20 പ്രാവശ്യമൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ ഇത് ഓക്കെയായി. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ട് ഇതുണ്ട് നമ്മുടെ. പിന്നെ നമ്മൾ ത്രെഡ് ചെയ്യുമ്പം നമ്മൾ ഈ 4 വിരലുകളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്. ഇനി നമ്മൾ പുരികം ത്രെഡ് ചെയ്യുന്ന രീതി കാണാം. സോറി, എൻ്റെ പുരികം ഞാൻ ലാസ്റ്റ് വീക്ക് ത്രെഡ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ നെക്സ്റ്റ് മന്ത് എടുക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് അയച്ചു തരുന്നതായിരിക്കും. ഞാൻ എങ്ങനെ എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ എനിക്ക് കാണിക്കാൻ പുരികം ഒട്ടും ഇല്ല. പക്ഷെ ഞാനിത് പറഞ്ഞു തരാം ഇപ്പം. എന്നിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ എടുക്കുന്നത് കാണിച്ചു തരാം. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലെഫ്റ്റ് സൈഡ് നമ്മൾ എടുക്കുമ്പം ഈ പുരികം ഇങ്ങനെ താഴോട്ട് ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും ഇതിൻ്റെ ഗ്രോത്ത്. അപ്പോൾ എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം നമ്മൾ ഇത് ത്രെഡ് ചെയ്യാൻ, അതായത് നൂലിങ്ങനെ വലിക്കാൻ. അതുപോലെ റൈറ്റ് സൈഡാണ് ചെയ്യുന്നതെങ്കിൽ റൈറ്റ് സൈഡിലെ പുരികത്തിന് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ത്രെഡ് ചെയ്യണം. അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എപ്പോഴും ഓർക്കണം. അല്ലെങ്കിൽ നൂല് എന്താ പറയുക, നമ്മുടെ ഈ പുരികം പറഞ്ഞു വരില്ല, അതാണ്. പിന്നെ ആദ്യമായിട്ടൊക്കെ പുരികം ത്രെഡ് ചെയ്യുന്നവർക്കാണെങ്കിൽ പൗഡർ ഇടാം പുരികത്തിൻ്റെ ചുറ്റും. അതായത് നമ്മൾ പൗഡർ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഈ വശമില്ല, നമ്മുടെ മേലെ വശം, അതുപോലെ താഴെ വശം, നടുവശം, ഈ 4 ഭാഗത്ത് പുരികത്തിൻ്റെ ചുറ്റും നമുക്ക് പൗഡർ ഇടാം. അത് വേദന കുറയ്ക്കാൻ സഹായിക്കും എന്നൊക്കെ പറയുന്നു. പക്ഷെ ഞാൻ ഇടാറില്ല, എനിക്ക് വേദന ഇല്ലാത്തതുകൊണ്ടായിരിക്കും. വേദന ഉള്ളവർ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ ഈ നൂല് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം.
ഓക്കെ, നമ്മൾ അപ്പോൾ ആദ്യം ലെഫ്റ്റ് സൈഡാണ് ചെയ്യുന്നതെന്ന് ഓർത്തു. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പം എപ്പോഴും ഓർക്കേണ്ട കാര്യം, നമ്മൾ റൈറ്റിലേക്ക് വേണം ത്രെഡ് ഇങ്ങനെ ചെയ്യാം, ഈ വശത്തോട്ട്. ലെഫ്റ്റ് ഇതെൻ്റെ ലെഫ്റ്റ് സൈഡ് ആട്ടോ. നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ എൻ്റെ റൈറ്റ് ആയിട്ടായിരിക്കും കാണുന്നത്, പക്ഷേ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക, ഇതെൻ്റെ ലെഫ്റ്റ് സൈഡ്. അപ്പം ഞാൻ റൈറ്റിലേക്ക് ഇങ്ങനെ ചെയ്യണം. അതുപോലെ റൈറ്റ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനൊരു കാര്യം ഓർക്കുക, ഈ ലെഫ്റ്റ് സൈഡിൽ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ നൂലിൻ്റെ രണ്ട് വശമുള്ള ഈ രണ്ട് ഗ്യാപ്പില്ലേ, അതിലെ ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പുരുകം ത്രെഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഗ്യാപ്പ് വളരെ ചെറുതാക്കുക. ഏറ്റവും മാക്സിമം നമുക്ക് എത്രമാത്രം ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെയ്യുക. അതുപോലെ ഈ വലതുവശത്തെ ഭാഗം മാക്സിമം വലുതാക്കുക. എന്നിട്ട് നമ്മൾ ത്രെഡ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മുടെ പുരുകം, നമ്മൾ മേലത്തെ പുരുകം എടുക്കുമ്പം ഇങ്ങനെ ജസ്റ്റ് ത്രെഡ് കൊണ്ട് ഇങ്ങനെ പോയി ഇങ്ങനെ വരയ്ക്കണം, ഒരു ഇമാജിനറി ലൈൻ. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത്രയും ഭാഗം നമുക്കിപ്പോൾ പറിക്കണമെങ്കിൽ ഇത് കറക്റ്റായിട്ട് ആ ത്രെഡിനുള്ളിൽ വരും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ, ഞാനിപ്പോൾ പറിക്കുന്നില്ല, പറിച്ചതിൻ്റെ തിന്നായി പോവും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നമുക്കിതിങ്ങനെ അങ്ങോട്ട് കൊടുക്കാം. ഇതിങ്ങനെ പോകും. നിങ്ങൾ പേടിക്കണ്ട, ഈ ഒരു ഭാഗത്ത് വരുന്ന ത്രെഡ് പുരുകം മാത്രമേ പറയുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇവിടെയൊക്കെ ഇങ്ങനെ പോയെങ്കിലും ഒരു കുഴപ്പം വരില്ല. അപ്പം അങ്ങനെ അതുപോലെ സൈഡിലെല്ലാം നമ്മളിങ്ങനെ ആക്കി കൊടുക്കണം. അതുപോലെ പിന്നെ ഈ അടിഭാഗം ഇവിടെ ഒക്കെ, പിന്നെ അതുപോലെ ഇങ്ങോട്ടല്ല. അപ്പോൾ പിന്നെ അതുപോലെ റൈറ്റ് സൈഡാണെങ്കിൽ നൂലിൻ്റെ ഈ റൈറ്റ് വശം മാക്സിമം ചെറുതാക്കുക, ലെഫ്റ്റ് സൈഡ് മാക്സിമം വലുതാക്കുക. എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വേണം ത്രെഡ് ചെയ്യാൻ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ റൈറ്റ് സൈഡിൽ ത്രെഡ് ചെയ്യുമ്പം അതുപോലെ തന്നെ ഇത് കണ്ടോ. പിന്നെ എല്ലാവരുടെയും പുരുകം, രണ്ട് പുരുകവും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവട്ടെ. അപ്പോൾ എൻ്റെ പുരുകമാണേലും ഇതിങ്ങനെ, ഇതിനിവിടെ കുറച്ച് മേലോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ത്രെഡ് ചെയ്ത് വരുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ഇമാജിനറി ലൈൻ ഇങ്ങനെ എടുക്കുക. അപ്പോൾ കറക്റ്റ് ആ ത്രെഡിനുള്ളിൽ വരുന്ന പുരുക നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് മുടിയൊക്കെ കൊടുങ്ങാതെ നോക്കണം. അത് ഇപ്പം ഞാനിങ്ങനെ ചെയ്യുമ്പോൾ അടിയിലൊക്കെ ഇതിങ്ങനെ ആവുന്നില്ല, പക്ഷെ അതിനൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ നമുക്ക് ത്രെഡിങ് പഠിച്ചു കഴിഞ്ഞാൽ ഫോർഹെഡിലെ ചെയ്യാം, പിന്നെ അപ്പർ ലിപ്പ്, ലോവർ ലിപ്പ്, അങ്ങനെ എല്ലാം ചെയ്യാം. അപ്പോൾ ഞാനിനി ത്രെഡ് ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ ത്രെഡ് അടുത്ത രീതി ഞാൻ പറഞ്ഞില്ല, രണ്ട് രീതിയിൽ നമുക്ക് നൂല് കയ്യിൽ പിടിക്കാം. അതിൽ രണ്ടാമത്തെ രീതി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിന് ത്രെഡ് കുറച്ചുകൂടി നീട്ടം വേണം. അതിന് ഞാൻ മെഷർമെൻ്റ് ആയിട്ട് കാണിക്കുന്നില്ല. ഇത്ര നീട്ടം എടുത്തിട്ട് അത് കട്ട് ചെയ്യുക. ഒരുപാട് നീളം വേണ്ട, ഞാൻ കാണിച്ചു തരാം. മടക്കിയാൽ ഇത്ര ഈ ഒരു നീട്ടം. ഇത് ഞാൻ ഈ ഒരു മെത്തേഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ്. ഇതിൻ്റെ ഒരറ്റം നമ്മുടെ ഈ തമ്പ് ഫിംഗറിൽ ചുറ്റുക, നന്നായിട്ട് ചുറ്റി കെട്ടി നല്ല ടൈറ്റാകണം. അതുപോലെ മറ്റേ അറ്റം ഈ വിരലിൽ, ചൂണ്ടുവിരലിലും കൂടി കെട്ടുക. അതുപോലെ നന്നായി ടൈറ്റാക്കുക. ടൈറ്റാകുന്നത് വരെ നമ്മൾ ഇത് ചുറ്റണം. നൂല് ഒരു 3-4 പ്രാവശ്യമൊക്കെ ചുറ്റേണ്ടി വരും. അപ്പോൾ ചുറ്റി അതും ഏകദേശം ഈ ഒരു നീട്ടം പാകത്തിന് എടുക്കുക. മറ്റേതിൻ്റെയൊക്കെ നീട്ടം ഇപ്പം നീട്ടം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ചുറ്റും നമുക്ക് ഇവിടെ ഒന്നും കൂടി ചുറ്റാം. പിന്നെ ഇനി അഥവാ നീട്ടം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ചുറ്റഴിക്കാം. അങ്ങനെ നമുക്ക് നീളം അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു നീട്ടം കിട്ടി. ഇനി മറ്റേതുപോലെ തന്നെ ഈ വലതുവശം നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് ഇതിങ്ങനെ കറക്കി ഒരു 10 പ്രാവശ്യമൊക്കെ കറക്കി നന്നായിട്ട് ടൈറ്റ് ആക്കുക. എന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്ന അതേ രീതി കേട്ടോ, അതേ രീതി തന്നെയാണ്. ലെഫ്റ്റ് സൈഡ് എടുക്കുമ്പോൾ ലെഫ്റ്റിലോട്ട് അങ്ങനെ തന്നെ. ഞാൻ പിന്നെ ഇതിനകത്ത് ഈ ലൈൻ വരുന്നത് നമ്മളിങ്ങനെ ലൈൻ എടുക്കുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ത്രെഡ് ഇങ്ങനെ കൊണ്ടുപോയാൽ നോക്കണേ, ഇത് കണ്ടോ, നമുക്ക്
വൃത്തിയായിട്ട് ഒരു ലൈൻ ഇങ്ങനെ എടുക്കാം. അതുപോലെ ഇപ്പോൾ അടിയിലാണെങ്കിൽ ഇത് കണ്ടോ, അങ്ങനെ നമുക്ക് ഒരു വര, നമുക്ക് ഈ നൂല് കൊണ്ട് തന്നെ ഒരു ലൈൻ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് കറക്റ്റ് ആ നൂലിൻ്റെ ഉള്ളിൽ വരുന്ന ഇത്രയും ഭാഗം മാത്രം കണ്ടോ, ഈ ഇത്രയും ഭാഗം നമുക്ക് ത്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ പിടിക്കുന്നൊന്നും വരില്ല കേട്ടോ, അന്നോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. പിന്നെ നമുക്ക് ആദ്യം തന്നെ പുരികത്തിലോട്ട് പോയി ടെസ്റ്റ് ചെയ്യണ്ട. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു രോമത്തിൻ്റെ ഒരു വ്യത്യാസത്തിൽ ഷേപ്പ് മാറിപ്പോകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം പുരികം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് നമ്മുടെ കയ്യിലെ രോമോ അല്ലെങ്കിൽ കാലിലെ രോമോ അല്ലെങ്കിൽ ഫോർഹെഡിലെ ഒക്കെ രോമം നമുക്ക് ത്രെഡ് ചെയ്ത് നോക്കാം. നമുക്ക് ആ ഒരു ലൈൻ വരുന്നുണ്ടോ, നമ്മൾ ഉദ്ദേശിക്കുന്ന രോമം നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ. ചിലപ്പം ഒരു രോമം മാത്രമായിട്ടൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഞാൻ അടുത്ത വീഡിയോ എൻ്റെ പുരികം വളർന്ന് ത്രെഡ് ചെയ്യുമ്പോൾ ഞാൻ എടുത്തിടുന്നതായിരിക്കും. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നമുക്കത് കണ്ടിട്ട് നമുക്ക് പുരികം ത്രെഡ് ചെയ്യാം. അപ്പോൾ ഫോർഹെഡൊക്കെ നിങ്ങൾക്ക് നോക്കട്ടെ. അതുപോലെ ലെഫ്റ്റ് സൈഡിലെ ഫോർഹെഡ് ആണെങ്കിൽ ഞാൻ കാണിച്ചെന്ന പോലെ ഇങ്ങനെ എടുത്ത് ചെയ്ത് നോക്കാം. എനിക്ക് ഫോർഹെഡിലധികം രോമം ഇല്ല, അതുകൊണ്ട് അങ്ങനെ കാണത്തില്ല. നിങ്ങൾക്ക് ഉള്ളവരാണെങ്കിൽ അത് നോക്കി ചെയ്യാവുന്നതാണ്, ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ചെറുതായിട്ട് വരുന്നുണ്ട്, ഉള്ള രോമം വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് 2 മെത്തേഡ് നൂല് പിടിക്കുന്നത്. പിന്നെ നമുക്ക് മറ്റൊരാളുടെ പുരികമാണ് ത്രെഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒരറ്റം നമുക്ക് കടിച്ചു പിടിച്ചിട്ട് ചെയ്യാം. ബ്യൂട്ടി പാർലറിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ മറ്റാൾക്കാർക്കൊക്കെ എടുത്തു കൊടുക്കാറുണ്ട്. എൻ്റെ ചേച്ചിക്കും പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഇത് തന്നെയാണ് കംഫർട്ടബിൾ. എനിക്ക് സ്വന്തം എടുക്കാനും മറ്റൊരാൾക്ക് എടുത്തു കൊടുക്കാനും ഈ ഒരു രീതിയാണ് എനിക്ക് കംഫർട്ടബിൾ. അപ്പം ഓരോരുത്തർക്കും ഓരോരോ രീതിയായിരിക്കും നമുക്ക്. അപ്പം നിങ്ങൾ ഏത് മെത്തേഡ് വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഈസി ആയിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമായാൽ അതെന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, ഞാൻ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വരുന്നത് വരെ കാത്തിരിക്കാം. ബൈ ബൈ, താങ്ക് യു.